മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി ചോറോട് ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡിലെ വൈക്കിലശ്ശേരി തെരുവിൽ ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ജനകീയ ക്യാമ്പയിൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ചന്ദ്രശേഖരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. 2025 മാർച്ച് 30-ന് സംസ്ഥാനം മാലിന്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കണമെങ്കിൽ എല്ലാ വിഭാഗം ജനങ്ങളും ശുചിത്വ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ശുചിത്വം ഒരു പ്രവൃത്തിയായല്ല കാണേണ്ടത്, ജീവിതചര്യയാക്കണമെന്നും അത് നമ്മുടെ ശീലമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോൾ മുഖ്യ പ്രാധാന്യം നൽകിയത് ചോറോട് ഗ്രാമപഞ്ചായത്തിനെ സമ്പൂർണ്ണ ശുചിത്വ ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിക്കുന്ന ഒരു പദ്ധതി നടപ്പിലാക്കണമെന്ന്. അന്ന് സംസ്ഥാന സർക്കാർ നിർദ്ദേശപ്രകാരമല്ല നമ്മൾ ആ പരിപാടി ഏറ്റെടുത്തത്. നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി 21 അംഗങ്ങളും ചേർന്ന് ഏകകണ്ഠമായി തീരുമാനിച്ചു നമ്മൾ നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ്. നല്ല നിലയിൽ നമ്മളതിന് മെനക്കെട്ടു. ഈ വാർഡിലെ കുടുംബങ്ങളെ മുഴുവൻ ക്ലസ്റ്ററുകളാക്കി മാറ്റി 50 വീടുകൾക്ക് ഒരു ക്ലസ്റ്റർ എന്ന് തീരുമാനിച്ചു. ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ താഴെ മത്സരം നടത്തി. തുടർന്ന് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ വാർഡുകൾ തമ്മിലുള്ള മത്സരമൊക്കെ നടത്തി. നല്ല മികവുറ്റ പ്രവർത്തനം നമ്മൾ നടത്തി. മറ്റൊരു പഞ്ചായത്തും ഏറ്റെടുക്കാത്തൊരു പ്രവർത്തനമാണ് നമ്മളൊന്ന് ഏറ്റെടുത്തത്. വലിയ നിലയിലുള്ള പങ്കാളിത്തം നമ്മുടെ വാർഡുകളിലൊക്കെ ഉണ്ടായി. നിങ്ങളൊക്കെ ജനങ്ങളെ സംഘടിപ്പിച്ച് പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു. ഏറ്റവും നല്ല വാർഡായി നമ്മുടെ തീരപ്രദേശത്തുള്ള 17-ാം വാർഡ് കുരിയാടി, കടപ്പുറത്ത് ജനങ്ങൾ ഇടതിങ്ങി പാർക്കുന്ന, നന്നായി മലിനീകരണപ്പെടാൻ സാധ്യതയുള്ള ആ വാർഡാണ്. ശുഷ്കാന്തിയോടുകൂടിയുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമ്മുടെ പഞ്ചായത്തിൽ ഏറ്റവും ശുചിത്വമുള്ള വാർഡായി മാറി. അവർക്ക് 3 ലക്ഷം രൂപ നമ്മൾ വികസന പ്രവർത്തനത്തിന് വേണ്ടി നീക്കി വെച്ചു. 2-ാം സ്ഥാനത്ത് നമ്മുടെ 7-ാം വാർഡെത്തി. 2-ാം സ്ഥാനത്ത് 11-ാം വാർഡെത്തി. ഈ വാർഡ് 2 ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് സമ്മാനമായി കിട്ടിയത്. 3-ാം സ്ഥാനത്ത് 7-ാം വാർഡെത്തി 1 ലക്ഷം രൂപ അവർക്ക്. ഇതൊക്കെ വികസന പ്രവർത്തനത്തിന് വേണ്ടിയാണ്, അല്ലാതെ പണം കൊടുത്തതല്ല. അങ്ങനെയൊക്കെ വിജയിപ്പിച്ചു. നമ്മുടെ സമ്പൂർണ്ണ ശുചിത്വ ഗ്രാമപഞ്ചായത്തായി നമ്മുടെ വടകര മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി ബിന്ദു പ്രഖ്യാപനവും നടത്തി. അത് കഴിഞ്ഞിട്ടിപ്പോൾ 2 കൊല്ലമായി. പഞ്ചായത്ത് അംഗം പ്രസാദ് വിലങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് HI ലിൻഷി EM പദ്ധതി വിശദീകരിച്ചു. വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് NT ഷാജി, CP ചന്ദ്രൻ, ശ്രീജിഷ് എന്നിവർ പ്രസംഗിച്ചു. വാർഡ് വികസന സമിതി അംഗം പ്രജീഷ് VM സ്വാഗതവും ആശാവർക്കർ ശൈലജ PK നന്ദിയും രേഖപ്പെടുത്തി.